ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 16th രാവിലെ സമയം ഒരു 9 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിച്ചുവിൻ്റെ ഗ്രാജുവേഷൻ സെറമണിക്ക് വന്നതാണ്. അപ്പോൾ ഈ ഇൻവിറ്റേഷൻ കാണിച്ചിട്ട് വേണം അങ്ങോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇതാ പുറത്ത് നന്നായിട്ട് ഡെക്കറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്നു. ഇന്ന് പകുതി സെക്ഷൻ്റെയാണ് ഗ്രാജുവേഷൻ നടക്കുന്നത്. A തൊട്ട് H വരെയുള്ള കുട്ടികളുടെയും പിന്നെ നാളെ I തൊട്ട് R വരെയുള്ള കുട്ടികളുടെയാണ് ഗ്രാജുവേഷൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കുട്ടികളുടെ പെർഫോമൻസ് ആയിരുന്നു, ഡാൻസും പിന്നെ ഡ്രാമയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഗ്രാജുവേഷൻ സെറമണി തുടങ്ങിയത്. അപ്പോൾ ടീച്ചേഴ്സ് നന്നായിട്ട് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും, ഡാൻസിനായാലും പിന്നെ ഈ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് ഇങ്ങനെ നടക്കുന്നതിനൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ടീച്ചേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ ഡാൻസിനൊക്കെ എല്ലാവരും ഒരേപോലെ നല്ല രസമായിട്ടാണ് അവർ ചെയ്തിടുന്നത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും അത്രയ്ക്കധികം എഫേർട്ട് ഇട്ടിട്ട് കുട്ടികളെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെ ഗ്രാജുവേഷൻ ഇങ്ങനെ ഇപ്പോൾ GD ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു സെക്ഷൻ്റെയും കൂടിയും ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് കഴിയും കേട്ടോ. കുട്ടികൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട്, ഗ്രാജുവേഷൻ്റെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രാജുവേഷൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റിച്ചുവിനെ ഇവിടുന്ന് കിൻഡർ ഗാർഡൻ സെക്ഷനിൽ നിന്ന് പോയിട്ട് വിളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്, ഡാൻസൊക്കെ കളിച്ച്. പിന്നെന്താ ഡാൻസിൻ്റെ ഡ്രസ്സാണല്ലോ ഇട്ടേക്കണത്, അത് മാറണം എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു അസ്വസ്ഥതയാണല്ലോ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ. അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് റിച്ചുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ വണ്ടി കുറച്ച് ദൂരെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇട്ടത്. അതിൻ്റെ ഇടയിൽ ഈ കോട്ടൊക്കെ ഊരി തന്നായിരുന്നു, ക്യാപ്പൊക്കെ ഊരി തന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ക്യാപ്പും കോട്ടൊക്കെ ഇടിച്ച് വണ്ടിയുടെ മുകളിലൊക്കെ ഇരുത്തി ഫോട്ടോ റിച്ചുവിനെ എടുപ്പിച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.